മറ്റുള്ളവരുടെ മുന്നിൽ സാധുവായിട്ട് തോന്നുമെങ്കിലും നല്ല കുരുത്തക്കേടുള്ളതായതുകൊണ്ട് തന്നെ ഊഞ്ഞാലിന്ന് വീണ ഒരു ഓർമ്മയുണ്ട്. അതാണ് ഈ ചിങ്ങമാസം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ഉള്ളിൽ കുട്ടി എപ്പോഴാ മാറുക? കുട്ടിത്തം ആവശ്യത്തിൽ കൂടുതലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ചോദിക്കാറുണ്ട് അമ്മ ആരാ കുട്ടി ആരാ. സുരേഷ് ചേട്ടൻ എന്ന് പറയുമ്പോ അത് ചേട്ടനാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ് സുരേഷ് ചേട്ടനായിട്ട്. സിനിമയിൽ വരണതിനേക്കാൾ മുന്നേ ഉള്ള ഒരു ബന്ധമാണ്. എനിക്ക് എന്റേതായ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ള ഒരാളാണ്, രാഷ്ട്രീയ ചിന്തകളുള്ള ഒരാളാണ് ഞാൻ. ഞാൻ രാഷ്ട്രീയത്തിനെയും എന്റെ കലയും രണ്ടായിട്ട് മാറ്റി കാണുന്ന ഒരാളാണ്. ആദ്യം മലയാളത്തിലേക്ക് എന്നെ വിളിക്കുന്നത് നിവേദ്യം എന്ന് പറയുന്ന സിനിമയാണ്, ലോഹി സാറിന്റെ. അതെ അതെ അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന വളരെ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വേദിയിലേക്ക് പോകുമ്പോൾ എല്ലാ വേദിയും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം അതാണ്. നമ്മളുടെ ടൈം, നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട്. അതിന് ഇപ്പൊ എല്ലാ ഫംഗ്ഷനും അല്ല, ചില ഫംഗ്ഷൻ നമ്മളല്ലാതെ തന്നെ നമ്മൾ ചിലപ്പോൾ കാശൊന്നും നോക്കാതെ തന്നെ നമ്മൾ തന്നെ പോയി ചെയ്യുന്ന എത്രയോ വേദികളുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്റെ അമ്മയെ പോലെ ഒരു അമ്മയാവാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അത്രയും ഭയങ്കര മിടിക്കൊന്നുമല്ല. എന്റെ അമ്മ എല്ലാ മക്കൾക്കും അമ്മമാരെന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരിക്കും, അല്ല വേൾഡ് ബെസ്റ്റ് മോമായിരിക്കും. അപ്പൊ എന്റെ അമ്മ എനിക്ക് ഇതിനേക്കാളും നല്ലൊരു അമ്മയെ കിട്ടില്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണമേളം 2024ന്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങം 1. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്നുള്ളത്. നമ്മുടെ ചാനലുകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും അത് ഡിജിറ്റലിലായിക്കോട്ടെ സാറ്റലൈറ്റിലായിക്കോട്ടെ ഇന്ന് മുതൽ അങ്ങോട്ട് ഈ ഒരു ചിങ്ങമാസം എന്ന് പറയുന്നത് സാറ്റലൈറ്റുകാർക്ക് ഓണത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്ന വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് നമ്മൾ ചാനലിൽ കാണാൻ പോകുന്നത്, അല്ലേ? മൈൽസ്റ്റോൺ മേക്കേഴ്സിനെ സംബന്ധിച്ചും ഇന്ന് മുതൽ നമ്മളും തുടങ്ങുകയാണ് ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ്. ഇനി പോയ 2 കൊല്ലം, ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ചിങ്ങം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കൂടെ വേണം. ഞാൻ എന്തോന്നറിയില്ല, നമുക്ക് ഭയങ്കര ലക്കി ചാമാണ് ഈ ഒരു ആക്ടർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ. ഈ ആക്ടറിലൂടെയാണ് പോയ ഓരോ തവണയും നമ്മുടെ ചിങ്ങം 1ന്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പതിവ് പോലെ തന്നെ ആ ഒരു ലക്കി ചാമിനെ നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. മറ്റാരുമല്ല, സ്വീറ്റ് പ്രിയങ്ക. യെസ് മാഡം. അവിടെ ഇരുന്നോ? പക്ഷെ എനിക്ക് ഭയങ്കര കംപ്ലൈന്റ് ഉണ്ട് പ്രിയങ്ക. ഓണം ആയിക്കൊണ്ട് സ്പെഷ്യൽ എപ്പിസോഡാണ്, നമ്മുടെ ഭയങ്കര ലക്കി ചാമാണ്. പ്രിയങ്കയിലൂടെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ മൈൽസ്റ്റോണിന്റെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിനൊക്കെ ഭയങ്കര റീച്ച് ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത്രയും ഐശ്വര്യമൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പ്രിയങ്കനെ ഞാൻ എങ്ങനെ പ്രതീക്ഷിക്കും? നല്ല സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെയല്ലല്ലോ. എന്നാൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ ഒപ്പത്തിനൊപ്പം ഒന്ന് നിക്കണ്ടേ എന്നോർത്ത് കഷ്ടപ്പെട്ട് മേക്കപ്പ് റെഡിയായി വരാൻ വേണ്ടിട്ട് സാരിയൊക്കെ കൊടുത്ത് വരാൻ സമയം എടുക്കും. എന്നാലും ഈ ഓണം എന്നൊക്കെ പറയുമ്പോ ഇത്ര ഞാൻ ഇങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒരു ഔട്ട്ലുക്കിൽ വന്ന് നിൽക്കുകയാണ്. അല്ല, ഓണത്തിന്റെ കളറല്ലേ ഇത്? ഓ അങ്ങനെ. അപ്പൊ ഇത് ഈ ഒരു ഡിസൈൻ എങ്ങനെ ഓണത്തിന് മാച്ച് ചെയ്യും? അല്ല, മാവേലിക്ക് കൊടയുണ്ടല്ലോ. അതെ, ബീച്ചിൽ പോയി നിന്നിട്ട് ഓണാണെന്ന് വിചാരിച്ചോളൂ. അല്ല, എന്തായാലും ശരിക്കും എല്ലാവർക്കും പ്രിയങ്കിൽ നിന്നും എല്ലാവരും എക്സ്പെക്ട് ചെയ്യണത് ആ ഒരു തനി നാടൻ ലുക്കും നല്ല കണ്ണുകളൊക്കെ അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നിൽക്കുമ്പോ ഇന്നിപ്പോ കോൺഷ്യസ്ലി ഇന്നിപ്പോ ഇങ്ങനെ ഒരു വേഷം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവില്ലേ? അങ്ങനൊന്നും ഇല്ല. എനിക്ക് പെട്ടെന്ന് ഒരുങ്ങി വരാൻ വേണ്ടിട്ട് പെട്ടെന്ന് അത്രേ ഉള്ളൂ. ഓ ഓക്കെ. ഇപ്പൊ നന്നായിട്ട് എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് തന്നെയല്ലേ, പെട്ടെന്ന് ഒരു ചേഞ്ച്. ഓണത്തിന്റെ കളർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വരാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരാളിങ്ങനെ ഭയങ്കര സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ടല്ലോ. അതെ 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 അതെ, അത് നന്നായി. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ശരി, അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ മൈൽസ്റ്റോണിന് പ്രിയങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ലക്കാണ്. നമുക്ക് എല്ലാത്തിനും അത് പറയുമ്പോൾ പ്രിയങ്കയിൽ നിന്ന് തന്നെ നമ്മുടെ ഓണം പരിപാടികൾ തുടങ്ങണം എന്ന് നമുക്ക് നിർബന്ധമാണ്. കാരണം പോയ 2 കൊല്ലങ്ങളും അല്ല, തീർച്ചയായിട്ടും പ്രിയങ്കയ്ക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ നിരന്തരം എല്ലാ കൊല്ലവും മൈൽസ്റ്റോണിൽ നിന്ന് വിളിക്കുമ്പോൾ പ്രിയങ്കയും അതിന് ബില്ലിംഗ് ആയിട്ട് വരണത് തന്നെ. അല്ല, വലിയ സന്തോഷമാണ്. ഈ ഒരു ടീമിനെ എല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുമ്പോൾ ഞാൻ
അത്രേ ഉള്ളൂ, അല്ലാതെ പ്രിയങ്കയ്ക്കും ഓണം സ്പെഷ്യൽ ഒന്നും ആവാറില്ല ഇവിടെ വരുന്നത് കൊണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഓണത്തിനും മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ സദ്യയൊക്കെ കഴിച്ചിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ഓണത്തിന്റെ ആദ്യത്തെ ഇത് ശരിക്കും പ്രതീക്ഷിക്കാതെ നടന്നത് കേട്ടോ. അപ്പോ എനിക്കിതിന്റെ പ്രൊഡ്യൂസർ അപ്പൂസ് എന്നെ വിളിച്ചിട്ട് ചേച്ചി വരുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഓണം ഇന്റർവ്യൂ ആണ്, അതായത് ചിങ്ങം 1 ആണെന്നൊക്കെ അറിയുന്നത്. എന്റെ കയ്യിൽ സാരി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സിമ്പിൾ ആക്കിട്ട്. ഓക്കെ, സുരേഷ് ഏട്ടന്റെ ഒരു ഇവന്റ് നമ്മൾ ചെയ്തപ്പോ അന്ന് സർപ്രൈസ് ആയിട്ട് അവിടെ എത്തിയിരിക്കുകയായിരുന്നു. അന്ന് ആ സുരേഷ് ഏട്ടനായിട്ടുള്ള ബന്ധവും ഇന്നിപ്പോ നമ്മളിപ്പോ അന്ന് കണ്ട് സുരേഷ് ഏട്ടനിൽ നിന്നും ഒരുപാട് സുരേഷ് ഏട്ടന്റെ ഇത് മാറി ഇന്നിപ്പോ കേന്ദ്രമന്ത്രിയാണ്. ആ ഒരു ഇതും സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പോ അത് ചേട്ടനാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ് സുരേഷ് ഏട്ടനായിട്ട്. സിനിമയിൽ വരണതിനേക്കാളും മുന്നേ ഉള്ള ഒരു ബന്ധമാണ് സുരേഷ് ഏട്ടനുമായിട്ട്. മുന്നേ ഉള്ളതെന്ന് പറയുമ്പോ അതെങ്ങനെയാ? ഞാനൊരു കുട്ടികളുടെ അസോസിയേഷൻ, ബാലതരംഗം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പല പരിപാടികൾക്കും സുരേഷ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മുതലേ അറിയാം. അപ്പൊ ഞാൻ വളരെ സജീവമായിട്ട് ഇപ്പൊ ഈ വേദിയിൽ തന്നെ സുരേഷ് ചേട്ടൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, സംസാരിക്കുന്ന ഒരാളായിരുന്നു, ഒരു എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വേറൊരു മേഖലയിലേക്ക് മാറിപ്പോണ്ട ഒരാളായിരുന്നു, എന്നിട്ട് മാറി വന്നത് എന്നൊക്കെ സുരേഷ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നീ എന്താ അത് ഫോക്കസ് ചെയ്യാതെ അങ്ങോട്ട് മാറിപ്പോയത്? ഇല്ല, എനിക്ക് സിനിമയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ തൊട്ടേ ഉള്ള ചേട്ടൻ്റെ ആദ്യ ചേച്ചിയൊക്കെ ആയിട്ട് അവിടെ മുതലേ അറിയാം. ആ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് സുരേഷ് ചേട്ടൻ്റെ കൂടെയാണ്. കിച്ചാമണി MBA ചേട്ടൻ്റെ അനിയത്തിയായിട്ട്. അതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന കാര്യങ്ങളാണ്. വേറൊരു സിനിമയായിരുന്നു കമ്മിറ്റ് ചെയ്തിരുന്നത്, അതിന്റെ ഷൂട്ടായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ ആദ്യം മലയാളത്തിലേക്ക് എന്നെ വിളിക്കുന്നത് നിവേദ്യം എന്ന് പറയുന്ന സിനിമയാണ്, ലോഹിത് സാറിന്റെ. അപ്പൊ മറ്റൊരു സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ പറ്റാണ്ട്. കാര്യം ഡേറ്റ് പ്രശ്നമായി. അപ്പൊ ലോഹിത് സാർ ആ പടത്തിന് വേണ്ടിയിട്ടാണ്, ലോഹിദാസ് സാറിന്റെ അസോസിയേറ്റ് ഉദയേട്ടനാണ് ആ നിവേദ്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ മറ്റേ ബാമ ചെയ്ത ക്യാരക്ടർ. അതെ. അപ്പോ അത് ആ പ്രോജക്റ്റ് ആവുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ മലയാളത്തിലെ ആദ്യത്തേത് ആവേണ്ടിയിരുന്നത് നിവേദ്യമായിരുന്നു. അപ്പൊ അത് അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ മറ്റൊരു മലയാള സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. ആ പ്രോജക്റ്റ് പോയി. പിന്നെ ആ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ആ പ്രോജക്റ്റ് ചെയ്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മലയാളത്തിൽ കമ്മിറ്റ് ചെയ്തൊരു സിനിമ. അതും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു സിനിമയാണ് കിച്ചാമണി MBA. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സുരേഷ് ഏട്ടനാണോ വിളിച്ചത്? അല്ല, സുരേഷ് ചേട്ടൻ അല്ല വിളിച്ചത്. അല്ല, എനിക്ക് ആ പ്രൊഡക്ഷൻ ടീമിൽ നിന്നാണ് വിളിച്ചത്. പക്ഷെ അത് സുരേഷ് ചേട്ടനാണ് എന്ന് പറയുന്നത് വലിയ സന്തോഷമായിരുന്നു. ഇനിയും മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തത് ജയേട്ടന്റെ കൂടെ ആയിരുന്നു, ജയസൂര്യ. എന്റെ പേരായിട്ട് ജയേട്ടനാണ്. അപ്പൊ ആദ്യമായിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്ത അതേ ഹീറോ തന്നെയാണ് സിനിമയിലുള്ളത്. അപ്പൊ മലയാളത്തിൽ എന്റെ ആദ്യത്തെ ഹീറോ ജയേട്ടന്റെ തന്നെയാണ്. സുരേഷ് ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ സുരേഷ് ചേട്ടന്റെ കൂടെ കുറെ സിനിമകൾ വന്നെങ്കിലും അതൊന്നും പലപ്പോഴും പല കാരണങ്ങളും കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഒറ്റ സിനിമയാണ് ഇത്. പക്ഷെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാമിലിയിലെ ഒരാളെ പോലെ തന്നെ. എനിക്കൊരു ചേട്ടനാണ്. അത് ഞാൻ കണ്ടു. നമ്മൾ തിരുവനന്തപുരത്ത് സുരേഷന്റെ മോളുടെ കല്യാണത്തിന് പോയപ്പോഴും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതറിയാം. എന്നാൽ ഇന്നിപ്പോ ഞാൻ ചോദിക്കുമ്പോൾ ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും സുരേഷ് ഏട്ടൻ നമുക്ക് ഇത്രയും നാളും ഉണ്ടതിനെക്കാട്ടിലും ഇന്നിപ്പോ നമുക്ക് കുറച്ചും കൂടെ നമ്മളെല്ലാവരും കുറച്ചും കൂടെ റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു പദവിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ക്യാരക്ടറും അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഒക്കെ നോക്കി കാണുമ്പോഴും ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് കേട്ടാലും എങ്ങനെയാണ് പ്രിയങ്ക അതിനോടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ? അല്ല, പാർട്ടിക്കും അതീതമായിട്ട് വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. സുരേഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഏട്ടൻ ഒരു ഇന്റർവ്യൂ ഈയിടെ തന്നെ പ്രസ്താവന വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഒരു MP എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാന്നല്ലാണ്ട് ഒരു ഏതൊരു ഉദ്ഘാടനത്തിനും, അതായത് വാണിജ്യപരമായിട്ടുള്ള ടെക്സ്റ്റൈലോ അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള എന്തൊരു ഇനോഗ്രേഷന് വിളിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് പൈസ തരണം, എങ്കിൽ മാത്രമേ അവിടെ ഞാൻ ആക്ടറായിട്ടായിരിക്കും വരിക. വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം അത് ന്യായമായ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. കാരണം അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് തന്നെ അതിനെ ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിലേക്കാക്കും, എല്ലാം മൊത്തം MP എന്നുള്ള ഒരു ലെവലിലേക്കാക്കും. അപ്പോൾ ആ ഒരു പ്രസ്താവന കേട്ടപ്പോഴും എന്തായിരുന്നു പ്രിയങ്കയ്ക്ക് തോന്നിയത്? അല്ല, അത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന വളരെ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വേദിയിലേക്ക് പോകുമ്പോൾ എല്ലാ വേദിയും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം അതാണ്. നമ്മളുടെ ടൈം, നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട്, റൈറ്റ്?
അതിന് ഇപ്പൊ ചില എല്ലാ ഫംഗ്ഷനും അല്ല, ചില ഫംഗ്ഷൻ നമ്മളല്ലാതെ തന്നെ നമ്മൾ ചിലപ്പോൾ കാശൊന്നും നോക്കാതെ തന്നെ നമ്മൾ തന്നെ പോയി ചെയ്യുന്ന എത്രയോ വേദികളുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും. ഞാനും ചെയ്യാറില്ല. അപ്പൊ ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ഈ സുരേഷ് നാട്ടിൽ ഇത്രയും നല്ലൊരു ബന്ധമുള്ളപ്പോഴേ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ? എനിക്കും ഓക്കെ അങ്ങനത്തെ ഒരു സേവനം എനിക്കും ചെയ്യണമെന്നോ, എനിക്ക് രാഷ്ട്രീയം. എനിക്ക് സുരേഷ് ചേട്ടൻ എന്ന് പറയുന്നത് വ്യക്തി എന്നുള്ളതാണ്. മനസ്സിലായി. അല്ല, അദ്ദേഹം ചെയ്യുന്ന പല പ്രവൃത്തികൾ കാണുമ്പോഴും അതിലെങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് എന്റേതായ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ള ഒരാളാണ്, രാഷ്ട്രീയ ചിന്തകളുള്ള ഒരാളാണ് ഞാൻ. ഞാൻ രാഷ്ട്രീയത്തിനെയും എന്റെ കലയും രണ്ടായിട്ട് മാറ്റി കാണുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. എനിക്ക് എല്ലാ രാഷ്ട്രീയത്തിലും എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ആ സൗഹൃദങ്ങൾ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ അതിനെ ഇടകലർത്താറില്ല. എപ്പോഴും വ്യക്തിബന്ധങ്ങളായിട്ടും അവർ ചെയ്യുന്ന സാമൂഹിക സേവനങ്ങളെ ആ ഒരു രീതിയിലും നോക്കിക്കാണുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പൂർണ്ണമായിട്ടും നിറഞ്ഞ മനസ്സോടെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തിനും കറക്റ്റ് വേറിട്ട് അതിനെ കാണാനും അല്ലെ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോരോ കമ്പാർട്ട്മെന്റ് ആണല്ലേ. അപ്പൊ നമ്മൾ ഓരോന്നിനെ ഓരോരോ കമ്പാർട്ട്മെന്റിലാണ് വെക്കുന്നത്. ഇപ്പൊ കലയാണെങ്കിൽ കല അവിടെ വെക്കണം, നമ്മളുടേതായിട്ടുള്ള ചില ചിന്താ രീതികൾ ഉണ്ടാവും, ചില നമ്മുടെ പോളിസീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ ഒരു കമ്പാർട്ട്മെന്റിൽ വെക്കണം. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അത് വേറൊരു കമ്പാർട്ട്മെന്റ് ആണ്, നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വേറൊരു കമ്പാർട്ട്മെന്റ് ആണ്, നമ്മളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യങ്ങൾ സ്പേസ് എന്ന് പറയുന്നത് വേറൊരു കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇത് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെതായിട്ടുള്ള തനി കമ്പാർട്ട്മെന്റിൽ വെച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ ക്ലിയർ പിക്ചർ ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു അത് ശരിക്കും ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഇതിനെ ഇത്ര ഭംഗിയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ ഓരോ രീതിയിലും ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. പൊതുവേ എനിക്ക് പ്രിയങ്കേനെ അറിയുന്നത് ഇതിൽ എന്തൊരു കാര്യവും ഇഷ്ടമല്ലാത്തൊരു സംഭവം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് നോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്തും ഈ ഒരു പറയുന്ന പോലത്തെ അതും ഈ ഒരു മെച്യൂരിറ്റിയിൽ നിന്ന് വന്നതാണോ? എങ്ങനെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും അത്ര സ്ട്രോങ് ആയിട്ട് എങ്ങനെ ഇത്ര കേപ്പബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണത്? നോ ആണ്. നോ എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. നോ എന്നൊരു മറുപടി പറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ അത് പറയുന്നത് വളരെ ക്ലിയർ കട്ട് ആയിട്ടായിരിക്കും ആ നോ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മള് അതൊരു പക്ഷേ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ പല സാഹചര്യങ്ങളായിരിക്കാം നമ്മളെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതൊക്കെ എപ്പോഴും സെൽഫ് ഡിസിഷൻ ആണോ, അതോ ഡിസിഷൻ മേക്കിംഗിൽ എപ്പോഴും അമ്മയുടെയോ അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടിന്റെയോ? ഇല്ല. എന്റെ കാര്യങ്ങളിൽ ഫൈനൽ ഡിസിഷൻ മേക്കർ എന്ന് പറയണ ഞാനാണ്. അതെന്റെ കരിയർ ആണെങ്കിലും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഫൈനൽ വേർഡ് ഞാനാണ്. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻസ് വരുമ്പോൾ മനുഷ്യനാണ്, നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പത്തേക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ പാരന്റ്സിനൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, അവർക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, അവർക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ഫൈനൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഞാൻ തന്നെ. വെരി ഗുഡ്. സിനിമ സെലക്ട് ചെയ്യുന്ന കാലം മുതൽ, സിനിമ ഞാൻ വന്ന സമയം മുതൽ കഥ കേൾക്കുന്നത് ഞാൻ തന്നെയാണ്. അത് ശരി തെറ്റ് അപ്പൊ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കാം. അപ്പൊ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ശരിക്കും നമ്മളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പൊ അതൊരു ലെസൺ ആയിട്ട് വെക്കുക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ വീണും നടക്കാൻ പഠിച്ചും എഴുന്നേറ്റൊന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ്. എനിക്കിന്നും ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ ലാസ്റ്റ് കഴിയുമ്പോൾ അസൈൻമെന്റ്സിന്റെ കൂടെ ഉണ്ട് ഡിസിഷൻ മേക്കിംഗ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡിസിപ്ലിൻ, ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ്. അതൊക്കെയാണ് നമ്മുടെ അസൈൻമെന്റ്സിൽ നമുക്ക് സ്കൂളിൽ നിന്ന് മാർക്ക് ഇട്ട് തരിക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അന്നേ ഇങ്ങനൊരു ഡിസിഷൻ മേക്കിംഗിലും കുറച്ചും കൂടെ ബോൾഡ് ആയിരുന്നു. അല്ല, അങ്ങനല്ല. നമ്മളുടെ ഇപ്പൊ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും എടുത്ത പല തീരുമാനങ്ങളും പാളിപ്പോയിട്ടുണ്ട്. ഒരുപാട് തീരുമാനങ്ങൾ പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മാത്രം എടുത്തു പോകുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അതായത് നമ്മൾ മിസ്റ്റേക്സ് പറ്റും, ചിലപ്പോൾ നമുക്ക് പിന്നീട് തോന്നും അത് ഭയങ്കര മണ്ടത്തരമായി പോയെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനത്തെ, പക്ഷെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു എല്ലാ സർക്കംസ്റ്റൻസും നോക്കുമ്പോഴത്തേക്ക് നമുക്കത് റൈറ്റ് ആണെന്ന് നമുക്ക് തോന്നും. നമ്മളത് റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു. പക്ഷെ ഇത് പിന്നീട് റോങ് ആണെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളത് തയ്യാറാവുക എന്നുള്ളതാണ്, വിലയിരുത്താൻ തയ്യാറാവുക, അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അത്
സ്കൂൾ കാലഘട്ടം തൊട്ട് ഞാൻ ഈ സംഘടനകൾ അല്ലെങ്കിൽ NCC, NSS, പൊളിറ്റിക്സ് ഇതിലൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആവുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനത്തെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ചോദിച്ചു കഴിഞ്ഞാലോ? അത് ബാലതരംഗം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് വലിയ അതായത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന എല്ലാ മേഖലയിലുമുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് സിനിമയിലെയും പല കാര്യങ്ങളും എന്നെ ഭ്രമിപ്പിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന ആ കാര്യം അതായിരിക്കും. എനിക്കൊരു സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു ഭ്രമമല്ല. ഇപ്പൊ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് വ്യക്തികളെ കാണുമ്പോഴൊക്കെ എനിക്ക് കാണുന്നത് ഒരു ഭ്രമമല്ല. എനിക്ക് ഒരു സന്തോഷമാണ്. ആ ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം കാണുന്ന ഒരു സന്തോഷം, ആ ഒരു ഭ്രമം അങ്ങ് പോയി. അപ്പൊ ചെറിയ സമയം മുതലേ അത് കാണുന്നുണ്ട്. ഇപ്പോ സിനിമയിലുള്ള അഭിനേതാക്കളാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഒക്കെ സാംസ്കാരിക നായകന്മാരാണെങ്കിലും ഞാൻ പറയുന്ന കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ വേദി പങ്കിടാനും അത്തരം വേദികളിൽ സംസാരിക്കാനും ഒക്കെ പല ഇപ്പൊ ശലഭമേള എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ യുവജനോത്സവം പോലെയുള്ള പരിപാടിയാണ്. അപ്പൊ അതൊക്കെ സംഘടിപ്പിച്ചിരുന്നത് നമ്മളാണ്. അപ്പൊ അത് ഭയങ്കര വലിയ രീതിയിലാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. ആ ഒരു സംഘടനയുടെ ഞാൻ പറഞ്ഞില്ല, സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്കും അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അതെ ഒരു പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ വളരെ സ്ട്രോങ് ആക്കി വേറൊരു തരത്തിലേക്ക് മാറ്റിയതിന് ആ സംഘടനയ്ക്ക് വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പൊ പിന്നെ എൻ്റെ കോളേജ്, ഞാൻ പഠിച്ചൊരു കോളേജ്, തീർച്ചയായിട്ടും കോളേജ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെ വേറൊരു തരത്തിലേക്ക് നമ്മളെ മോൾഡ് ചെയ്യും. നമ്മുടെ പേഴ്സണാലിറ്റി വേറൊരു തരത്തിലേക്ക് നമുക്ക് ലൈഫിലെ ഏത് സിറ്റുവേഷനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു വലിയ അടിത്തറ എന്ന് പറയുന്നത് അത്രയും കോളേജ് രാഷ്ട്രീയമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വളരെ നല്ല രീതിയിൽ കിട്ടുന്നില്ല. ഇപ്പൊ കോളേജ് രാഷ്ട്രീയം വേറൊരു തരത്തിലേക്കാണ് മാറിപ്പോകുന്നത്. പക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഉള്ള അതായത് വേറെ സംഘടനയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തമ്മിൽ വളരെയധികം വൈരുദ്ധ്യപരമായിട്ടുള്ള വാക്തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, വലിയ ഫൈറ്റുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ആ ക്യാമ്പസിന്റെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കില്ല, നമ്മുടെ സുഹൃത്തുക്കളാണ്, വളരെ സുഹൃത്തുക്കളാണ്. അവിടെ ഒന്നുമില്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള വൈരാഗ്യം ഒന്നും ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ടീനേജ് എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാ തരത്തിലും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, അതായത് ഒരാളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ എല്ലാം മോൾഡ്. അതിൽ എനിക്ക് എൻ്റെ അച്ഛനോട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു കടപ്പാടൊന്നുമല്ല. എനിക്ക് എന്താ പറയാ, എന്നെ മോൾഡ് ചെയ്ത് വെച്ചതിൽ എന്നെ ഈ രീതിയിലേക്ക് മോൾഡ് ചെയ്ത് വെച്ചതിൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും, അതിൽ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഈ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് എന്നെ എത്തിക്കാൻ, എൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞില്ല, അതിലേക്ക് എന്നെ എത്തിക്കാൻ എൻ്റെ അച്ഛൻ എനിക്ക് തന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഇത്രയ്ക്ക് അധികം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ അമ്മയുടെ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ കുറച്ച് നാൾക്ക്, അപ്പം ആ ഒരു അസോസിയേഷനിൽ ഈ ഒരു ഇത്രയും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലേ? അല്ല, പലപ്പോഴും എന്നെ ക്ഷണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിനു മുന്നേയൊക്കെ എന്നെ പലപ്പോഴും ക്ഷണിച്ചിട്ടുള്ളതാണ്. ഞാൻ ട്രിവാൻഡ്രം അല്ലേ, പലപ്പോഴും എനിക്ക് അതിന്റെ ഭാഗമായിട്ട് ഓടിയെത്താൻ, അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു കാര്യമായിട്ട് എപ്പോഴും അവൈലബിൾ ആവുന്നുള്ള ആൾക്കാരല്ലേ. അപ്പൊ നമ്മളൊരു കാര്യവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് ഗുണമാവണം. എപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവൈലബിലിറ്റി വളരെ വെറുതെ ഒരു എന്താ പറയാ, ഒരു സ്ഥാനം പദവി എന്ന് പറയുന്നത് വെറുതെ ഒരു അലങ്കാരമല്ല. നമ്മളൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ അത്തരം ഒത്തിരി സംഘടനാ പ്രവർത്തനം കഴിഞ്ഞു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതാ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ അങ്ങനെയൊന്നും എനിക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു സിനിമയാണെങ്കിൽ ഞാൻ അറ്റ് എ ടൈം ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സിനിമ അത് നോക്കിയാൽ അറിയാം, 50 സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന 2 സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഒരു 7 months ആയിട്ട് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഞാൻ വേറെ ഒരു
സിനിമയും ചെയ്തിട്ടില്ല. 7 months ആയിട്ട് ഒരുപാട് സിനിമകൾ വന്നതൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് അപ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു അത്രയും പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണത്. ആരും നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതൊന്നും അല്ല. എനിക്ക് വേണമെങ്കിൽ അതിനിടയിൽ വേറെ സിനിമകൾ ചെയ്യാം. പക്ഷെ അത് എന്റെ മാത്രം ഒരു ഡിസിഷൻ ആയിരുന്നു. ഇല്ല, ഓക്കെ ഞാൻ ടൈം എടുക്കാം എന്നുള്ളത്. ബിക്കോസ് എനിക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആവുമ്പോഴത്തേക്ക്. ഓക്കെ. അല്ല, അല്ലേ പോലും എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്റസ്ട്രിയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ ടിൽ നൗ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊജക്ട് കഴിഞ്ഞാൽ അതിനൊരു ബ്രീതിങ് സ്പേസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് എപ്പോഴും എൻട്രി ചെയ്യാറുള്ളത്. അപ്പോൾ പൊതുവെ ലൈഫിൽ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ എന്തൊരു കാര്യം വന്നാലും ഫ്രീക്വന്റ് ആയിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മടുക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണോ അതോ ഈ സിനിമ ഒരിക്കലും മടുക്കില്ല. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോ ഇപ്പൊ എനിക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോൾസ് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഭയങ്കരമായിട്ട്. നേരത്തെ എനിക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഒരു ഫാമിലി ലൈഫ് ആണെങ്കിലും എൻ്റെ ഒരു പ്രൊഫഷൻ ആണെങ്കിലും എങ്ങനെയാണ് അതിനെ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഈ ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ അതില് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഞാൻ കണ്ടെത്താറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്താറുണ്ട്. പിന്നെ കുട്ടീൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാറുണ്ട്. എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്താറുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ ഓണത്തിലേക്ക് വരാം. ചിങ്ങം ഇതാ ഇപ്പൊ ചിങ്ങം ഒന്നാണ്. ചിങ്ങം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതിപ്പോ നിങ്ങളിപ്പം ഇത്രയും ബിസി ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലാൻഡ് ആയിട്ട് നമുക്കൊന്നും യൂഷ്വലി വെക്കാൻ പറ്റില്ല. അല്ലാത്ത ആൾക്കാർക്ക് ഓണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഓണത്തിന്റെ വെക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്? പ്രിയങ്കയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം സിനിമ കമ്മിറ്റഡ് ആയതുകൊണ്ട് ഒരു പക്ഷെ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെക്കേഷൻ വരുമ്പോൾ ഒരുപാട് ദൂരെ ഒന്നും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യാറുണ്ട്. ഇത് പോണതൊക്കെ ഒറ്റയ്ക്കാണോ അതോ ഇപ്പം വെക്കേഷൻ ആണെങ്കിൽ മോനെയും കൂടെ കൂട്ടിയിട്ടാണോ? വെക്കേഷൻ ഉള്ളപ്പോഴത്തേക്കും ഈ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്രകൾ കുറവായിരുന്നു. ആള് ബാംഗ്ലൂർ പോയിട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഇതിന്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെക്കേഷൻ നല്ല രീതിയിൽ വിനിയോഗിച്ചു. ഞാൻ ആ 2 മാസം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം ആളിനെ ഫുട്ബോളിന് ബാഡ്മിന്റന് എല്ലാം കൊണ്ടുവരുന്ന. അപ്പൊ ഇപ്പൊ നമ്മള് വൈകുന്നേരം ഓടാൻ പോകുന്നതാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ റണ്ണിങ് അപ്പൊ കൂടെ പോകുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വായിച്ചു തുടങ്ങി. അപ്പൊ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് വായിക്കുന്നത്. ആ ഒരു ടൈം എന്ന് പറയുമ്പോ അപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ പോലെ. അതായത് നീ എത്ര വായിച്ചു, എത്ര പുസ്തകം കംപ്ലീറ്റ് ചെയ്തു. അതൊരു അമ്മയുടെ ഉള്ളിലത്തെ ഒരു ഇതും കൂടെയാണ്, മോനെ കൂടുതൽ വായിപ്പിക്കാൻ. അവിടെ മടിക്കുമ്പോഴത്തേക്ക് നമ്മളെ കോപ്പി ചെയ്യും. അപ്പൊ നമ്മള് വായിക്കുന്നു പറയുന്നതിനെക്കാട്ടിലും നമ്മൾ ഇരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് വായിക്കുന്നത് കാണുമ്പോൾ അവര് വായിച്ചോളും ചെയ്യും. അത് അമ്മമാരുടെ ഒരു ട്രിക്കാണല്ലോ. അപ്പൊ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് അത് ആ ഒരു സീരീസ് ഓഫ് ബുക്സ് ഉണ്ടല്ലോ അത് വാങ്ങിക്കൊടുത്തിട്ട് അപ്പൊ ഒത്തിരി ബുക്സ് ഏകദേശം 10ഓളം ബുക്സ് കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു വെക്കേഷന്റെ 2 months കംപ്ലീറ്റ് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ ആളിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു 2 മാസം കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോഴത്തേക്ക് വലിയ കാര്യം തോന്നിയത് ആള് ക്ലാസ്സിലെ ലൈബ്രറിയനായിട്ട് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബുക്സ് കൂടുതൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആളെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്തോ, എത്ര വേണോ അത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടും. ഇതെന്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഡെഫിനറ്റ്ലി നമുക്ക് ആത്മാർത്ഥമായിട്ട് അത് എപ്പോഴെങ്കിലും നമുക്ക് ആ റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പൊ എന്താ വെച്ചാ ഇപ്പൊ അത് ആളിന് മനസ്സിലായി തുടങ്ങി. ഓക്കെ, നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് ആ ഒരു കാര്യം ചെയ്തതിന്റെ റിസൾട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു കുഞ്ഞു കാര്യമായിരിക്കാം, പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതല്ല, അത് വളരെ വലുതാണല്ലേ. എന്റെ സന്തോഷം എന്ന് പറയണത് മറ്റുള്ളവർക്ക് തോന്നണം ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യം എന്നൊക്കെ പറയണതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയ സന്തോഷം. ഇന്നിപ്പോ പ്രിയങ്ക ഒരു അമ്മയുമാണ് ഒരു മകളുമാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പ്രിയങ്കയുടെ അമ്മയും പ്രിയങ്കയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്ങും ഇപ്പൊ പറയുമ്പോൾ പ്രിയങ്കയും പ്രിയങ്കയുടെ മോനും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും അത് ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിലോ ഇപ്പത്തെ സോ കോൾഡ് ഇപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത് ന്യൂ ജെന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയാണോ? എന്റെ അമ്മയെ പോലെ ഒരു അമ്മയാവാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അത്രയും ഭയങ്കര മിടിക്കൊന്നുമല്ല. എന്റെ അമ്മ
എല്ലാ മക്കൾക്കും അമ്മമാരെന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരിക്കും അല്ലെ, വേൾഡില് ബെസ്റ്റ് മോമായിരിക്കും. അപ്പൊ എന്റെ അമ്മ എനിക്ക് കിട്ടിയ, എനിക്ക് ഇതിനേക്കാളും നല്ലൊരു അമ്മയെ കിട്ടില്ല. അപ്പൊ അത്രയും മോനെ ഇത് നല്ല- കേട്ട് കഴിഞ്ഞാൽ പറയാം അമ്മ അല്ല, അങ്ങനെ പറയട്ടെ, അങ്ങനെ പറയണം. ഇല്ല, നമ്മള് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കല്ല. ഞാൻ ഓരോ അമ്മയും വ്യത്യാസമാണ്, തീർച്ചയായിട്ടും. നമുക്കറിയില്ല. നമുക്കിപ്പോ പക്ഷെ എന്റെ എന്നാലും അമ്മയെ പോലെ നമുക്ക് സാഹചര്യം കോപ്പി ചെയ്യാൻ വേറെ- പറ്റുന്നത് നമ്മുടെ അല്ല, അമ്മമാരിൽ തന്നെയാണല്ലോ ഞാൻ കുട്ടിയിൽ ഞാനായിരുന്ന പോലെ അല്ല അപ്പു, അങ്ങനെ അല്ല. അപ്പു വേറൊരു കുട്ടിയാണ്. ഓക്കെ. അപ്പൊ അവരെങ്ങനെയോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെന്ന് പറയുന്ന ഒരു നമ്മളെന്ന് പറയുന്ന ഒരു അമ്മ നേരത്തെ ഒന്നും ഇല്ലല്ലോ. അതെ, ഇവരുടെ കൂടെ നമ്മളെന്ന് നമ്മുടെ പറയുന്ന അമ്മ അമ്മയാണ് വളരെയാണ് വളരെയാണ്. ചെയ്യുന്നത്. അപ്പോ ആ സാഹചര്യത്തിൽ ഇപ്പോ മറ്റത് നമ്മളെ അവര് എന്റെ പാരന്റ്സ് ഒക്കെ നന്നായിട്ട് എന്നെ ചീത്ത പറയുമായിരുന്നു, വളരെ വഴക്ക് പറയായിരുന്നു. ഇപ്പൊ ഞാൻ അത്രയും ചീത്ത പറയാറില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഒന്ന് കേട്ട്, കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിനെ പോലൊക്കെ പെരുമാറി, ചീത്ത പറയേണ്ട അടുത്ത് ചീത്ത പറഞ്ഞ്, അപ്പൊ ആ രീതിയിലാണ് കൊണ്ടുപോകണത്. അപ്പൊ അതിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല കൊണ്ടുപോകണത്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അവന്റെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെ എനിക്ക് എന്റെ പാരന്റ്സിനോട് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഈ സെറ്റിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇത്തരത്തില് ചിലർക്ക് നിർബന്ധപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണും. ഓണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാനൊന്ന് ഓണസദ്യ കഴിക്കണം, അല്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഓണക്കോടി എടുക്കണം, അങ്ങനെ നിർബന്ധമായിട്ട് പ്രിയങ്ക ചെയ്യുന്നത് ഉറപ്പായിട്ട് ഓണസദ്യ ആണ്. അത് പറ്റുമെങ്കിൽ എന്റെ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ടാണ്. ഞാൻ വളരെ കുറച്ച് ഓണം മാത്രമാണ് ഞാൻ പുറത്ത് ഇപ്പൊ ഷൂട്ടോ അങ്ങനെയൊക്കെ ആയി പോകുമ്പോഴത്തേക്ക് ഉള്ളത്. അത് പ്രയോറിറ്റി ആണ്, നമ്മുടെ ജോലി തന്നെയാണ് കേട്ടോ ഫസ്റ്റ് പ്രയോറിറ്റി. അതുണ്ടെങ്കിൽ മാത്രമാണ്. തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൊ അത് എന്റെ ലൈഫിലെ ഫാമിലി അത് എന്റെ കൂടെ ചേർന്നതാണ്. പക്ഷെ എന്റെ ജോലിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റും. പക്ഷെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് എല്ലാവരുടെയും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്, എനിക്കും ഏറ്റവും വലിയ സന്തോഷമാണ്. ഓണസദ്യ, പിന്നെ ഓണക്കോടി ആരെങ്കിലും ഒക്കെ അച്ഛനും അമ്മയൊക്കെ മേടിച്ചു തരാറുണ്ട്. ഇന്നും അച്ഛന്റെ അമ്മയുടെ അടുത്ത് അമ്മേ എനിക്ക് ഓണക്കോടി പറയണ്ട, അത് കിട്ടും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒന്നിനും ഒരു വലിയ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, തന്നാലൊക്കെ സന്തോഷം, ഇല്ലെങ്കിൽ സന്തോഷം, അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല. ഓക്കെ, ഇനി നമുക്ക് ഓണത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ചിങ്ങത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്ന് ചിങ്ങം ഒന്നായി കൊണ്ട് ചോദിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിന്റെ പേര് ചിങ്ങത്തേരിൽ നിന്നാണ്. ചിങ്ങമാസത്തിൽ സംഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ ഒരു വലിയ കാര്യം പ്രിയങ്കയുടെ ചിങ്ങമാസത്തിൽ തന്നെ നടന്ന കാര്യം പറയണം. ചിങ്ങമാസത്തിൽ നടന്നതാണെങ്കിൽ അത്യാവശ്യം മറ്റുള്ളവരുടെ മുന്നിൽ സാധുവായിട്ട് തോന്നുമെങ്കിലും നല്ല കുരുത്തക്കേടുള്ളതായതുകൊണ്ട് തന്നെ ഊഞ്ഞാലിന്ന് വീണ ഒരു ഓർമ്മയുണ്ട്. അതാണ് ഈ ചിങ്ങമാസം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. ഊഞ്ഞാല് വലിയ ഇഷ്ടമാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ വലിയ ഊഞ്ഞാലൊക്കെ കിട്ടുമ്പോ അതിന്ന് വീണൊരു ഓർമ്മയാണ്. അതും ചെറുപ്പത്തിലാണോ അതോ അമ്മ അതിന് ശേഷവും ഊഞ്ഞാലിലൊക്കെ പോയിരിക്കാം. നമ്മുടെ ഉള്ളില് കുട്ടി എപ്പോഴാ മാറാ, കുട്ടിത്തം ആവശ്യത്തിൽ കൂടുതലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ചോദിക്കാറുണ്ട് അമ്മയാരാ കുട്ടി ആരാ. ഓക്കെ, രണ്ടാമത്തെ ചിങ്ങമാസത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓർമ്മയിൽ എന്നുമുള്ള ഒരു വിവാഹം, ഫാമിലിയിലെയോ ഫ്രണ്ട്സിന്റെയോ അങ്ങനെ ആരുടെയെങ്കിലും? എനിക്ക് അങ്ങനൊന്നും ഓർമ്മയില്ല. അത് ഓർത്തേ പറ്റൂ, ഇത് ചിങ്ങത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡാ. അപ്പൊ ഞാൻ കള്ളം പറയണ്ടേ? എപ്പോഴായിരുന്നു? ചിങ്ങത്തിലായിരുന്നു. അല്ല, എന്റെ മകരത്തിലായിരുന്നു. മകരം നമുക്ക് ചിങ്ങത്തിലേക്ക് മാറ്റിയാലോ? എന്നാലും നീ വന്നിട്ടില്ലല്ലോ. വന്നു വെക്കാലോ. എന്നാ വേണ്ട, വിട്ടേക്കൂ. അടുത്തത് ചിങ്ങമാസത്തിൽ റിലീസായ പ്രിയങ്കയുടെ ഒരു സിനിമ. വെളിപാടിന്റെ പുസ്തകം ഓണത്തിനായിരുന്നു. അങ്ങനെ പല സിനിമകളും ഓണം സമയത്ത് റിലീസ് ആയിട്ടുണ്ട്. അതെ. ഓക്കെ, ശരി. ചിങ്ങമാസത്തിൽ കൂടുതൽ സമയം ലൊക്കേഷനിലായിരുന്ന ഒരു പ്രൊജക്ട്? ഭൂമി മലയാളം കണ്ണൂര്. അത് ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഓണത്തിനോടനുബന്ധിച്ച് ടി വി ചന്ദ്രൻ സാറിന്റെ. അപ്പോ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മ, ആദ്യമായിട്ടാണ് ഒരു നോൺ വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്നത്. നമ്മുടെ MP സുധാകരനങ്ങളുടെ വീട്ടില് ആയിരുന്നു ആ സദ്യ. കണ്ണൂർ വയ്ക്കുമ്പോ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എനിക്ക് ആന്റി സദ്യയൊക്കെ ഉണ്ടാക്കി തന്നു. ആദ്യം മറക്കൂല. അത് എത്ര വർഷം മുന്നേ? കുറേ വർഷം. ഐ തിങ്ക് 2008 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോ 2007. ഓക്കെ, അന്നത്തെയാണ് ഏറ്റവും 2008 ആണെന്ന് തോന്നുന്നു ആ പ്രോജക്ട്. ഓക്കെ, ശരി. ചിങ്ങമാസത്തിൽ കണ്ടുമുട്ടിയ ഒരു സുഹൃത്ത്. ഇതൊക്കെ എങ്ങനെയാലും ഓർത്തു വെക്കുന്നത്? അപ്പൂസിനെ അടിക്കണോ? ഈ ചിങ്ങമാസത്തിൽ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോ ചിങ്ങമാസത്തിലാണോ ഓർത്ത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പോഴും ആ ഇംഗ്ലീഷ് മന്ത്സ് അല്ലേ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. അപ്പോഴും എനിക്കറിയില്ല ഓഗസ്റ്റിൽ എന്റെ ഏത് സുഹൃത്തിനാണ് ഞാൻ കണ്ടുമുട്ടിയത്. അപ്പൂസിന്റെ പേര് പറഞ്ഞോ? അപ്പൂസിനെ അപ്പൂസ് ചിങ്ങത്തിലൊന്നും അല്ലെന്നേ. അല്ലല്ലേ? അല്ലല്ല, ചിങ്ങമാസത്തിൽ
കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു സുഹൃത്ത് രമ്യ. ആ, കഴിഞ്ഞ കഴിഞ്ഞ ചിങ്ങത്തിന് എനിക്ക് ശരിയാ, കഴിഞ്ഞ ഓണത്തിനും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഈ ഓണത്തിനും നമ്മൾ ഒരുമിച്ചുണ്ട്. ചിങ്ങമാസത്തിൽ മാത്രം കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്ത്. വെരി ട്രൂ, ശരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചിങ്ങം 1 തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അങ്ങോട്ട് കിടക്കുകയാണ് ഓണത്തിന്റെ കുറേ കളികളും രസങ്ങളും. ഓണത്തിന്റെ ഈ ഒരു വർഷത്തെ ഓണം പ്രിയങ്കയ്ക്ക് എല്ലാവിധ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഓണം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വർഷം കാണാം കേട്ടോ. അപ്പം ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഓണമേളം 2024 ദാ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്, ഒരുപാട് നല്ല കളർഫുൾ നല്ല ഓണ പ്രോഗ്രാംസുമായിട്ട്. അപ്പോൾ കാത്തിരിക്കുക.